योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. നിലകണ്ട ശ്ലോകം ദേഹാഭിമാനപാശേന ചിരം ബദ്ധോസി പുത്രക ബോധോഹം ജ്ഞാനഖഡ്ഗേന തന്നികൃത്യ സുഖീ ഭവ. ജ്ഞാനം എന്ന് പറയുന്നത് ഖഡ്ഗം എന്ന് വെച്ചാൽ വാൾ. വാളുകൊണ്ടൊരു വെട്ടുമ്പോൾ അപ്പൊ തന്നെ മുറിയുന്ന പോലെ ജ്ഞാനം തക്ഷണത്തില് മുക്തിസുഖത്തിനെ കൊടുക്കുന്നു. എങ്ങനെയാ എന്ന് വെച്ചാൽ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കണു, കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടാ സൂര്യൻ പ്രകാശിക്കണം. അതുപോലെ നമ്മളുടെ സ്വരൂപത്തിനെ അറിഞ്ഞാൽ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന പോലെ ഈ ദുഃഖത്തിൽ നിന്ന് ഉണരും. നമ്മൾ ആശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരിക്കണം, ഞാൻ ഇന്ന ആളായിട്ട് തന്നെ ഇരിക്കണം, ഈ സ്വപ്നം ഇതേപോലെ ഇരിക്കണം, ഇതിലൊരു കുഴപ്പവും വരാൻ പാടില്ല. അങ്ങനെ ഒരു പദ്ധതി ഈശ്വരനെ വെച്ചിട്ടില്ല. ജ്ഞാനത്തിന് കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ദുഃഖമാണ് ഫലം. ഭാഗവതത്തിലെ അവധൂതൻ ഒരു ഉദാഹരണം പറയും. ഇങ്ങനെ നടക്കുമ്പോ ഒരു പരുന്ത് ഒരു മാംസകഷ്ണവും കടിച്ചുകൊണ്ട് പറന്നുകൊണ്ട് പോകണം. കാക്കകൾ പുറകെ പോയി കൊത്തിക്കൊണ്ടേയിരിക്കണം. ഈ അവധൂതൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക, എന്തിനാ ഈ പരുന്തിനോട് ഈ കാക്കകൾക്ക് ഇത്രയധികം വിരോധം? പരുന്ത് പനയിലിരുന്നാൽ കാക്കകൾ അവിടെ എത്തി, പരുന്ത് പ്ലാവിലിരുന്നാൽ കാക്കകൾ അവിടെ എത്തി, എവിടെ ചെന്നാലും ഓടിച്ചിട്ട് കൊത്തുക. അവസാനം ഈ പരുന്ത് ഒരു പീസ് മാംസം ചുവട്ടിലേക്ക് അങ്ങോട്ട് കിട്ടും. തന്റെ വായിലുള്ളത് അങ്ങോട്ട് ചുവട്ടിലിട്ടതും ഈ കാക്ക അതിൻ്റെ കൂടെ പോയി. അപ്പൊ അവധൂതൻ അത് കണ്ടിട്ട് ഉള്ളില് ഒരു സ്ഫൂർത്തി ഉണ്ടാവുകയാണ്. എന്താന്ന് വെച്ചാൽ ഈ മാംസകഷ്ണത്തിനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദുഃഖമാവുന്ന കാക്കകൾ ഓടിച്ചോടിച്ച് എന്നെ കൊത്തിക്കൊണ്ടേയിരിക്കും. പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്തു അകിഞ്ചന. ഒന്നും തന്റെ ഇല്ലാത്തവൻ സ്വതന്ത്രനാണ്. ഒന്നും തന്റെ ഇല്ലായ്മ എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടുവരണം. ഇതൊരു പ്രത്യേക വിദ്യയാണ്. ഇതിന് ഇമോഷണലായിട്ട് നിങ്ങൾ എടുത്താൽ ഒന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ശരീരാഭിമാനം കളയണമെന്ന് പറഞ്ഞ് വസ്ത്രം എടുക്കാതെ നടന്നിട്ടൊന്നും കാര്യമില്ല. ദേഹം എന്റെ സ്വരൂപമല്ലെന്നും ഇതിൽ നിന്നും അനന്തമായിട്ടുള്ള ഒരു ഇരുപ്പ് നമുക്കുണ്ടെന്നും ഉള്ള അറിവ് ഈ മനുഷ്യ ശരീരത്തിലിരിക്കുന്ന വസ്തുവിന് സാധ്യമാണ്. അതിന് തടസ്സമോ ഈ ലിമിറ്റേഷനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഭ്രമം, അതിന്റെ പേരിൽ വരുന്ന ആയിരക്കണക്കിനുള്ള ദുഃഖങ്ങൾ. ഈ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ടാണ് വേദാന്തം അന്വേഷിച്ചത്. അല്ലെങ്കിൽ ഈ വേദാന്ത ജ്ഞാനത്തിന്റെ എന്ത് ആവശ്യമാണ് നമുക്കുള്ളത്? ഒരാവശ്യമില്ല. വലിയ ഒന്നുമില്ലാത്ത ദരിദ്രന്മാരൊന്നും അല്ല ഇത് അന്വേഷിച്ചത്. ഒക്കെ പണക്കാര്, രാജാക്കന്മാര്, ബുദ്ധനെ പോലെയുള്ളവർ സുഖമായിട്ട് രാജകുമാരനായിട്ട് ഇരുന്നൂടെ? എന്തിനാ അന്വേഷിച്ചു എന്ന് വെച്ചാൽ അത് കണ്ടു. ഇതൊക്കെ ഇരുന്നിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. ഒരുപാട് പണമുണ്ട്, സുഖമുണ്ട്, സഫക്കേഷൻ, ഫ്രസ്ട്രേഷൻ. ഇപ്പൊ നമുക്ക് നോക്കൂ, പഴയ കാലത്തെ ആളുകളെ നോക്കുമ്പോൾ എല്ലാ സൗകര്യം, എത്ര സൗകര്യമാണ്. എന്നിട്ട് വല്ല വിശേഷമുണ്ടോ?
അപ്പൊ ഇതൊക്കെ കണ്ടിട്ട്, ഇതിന്റെ ദോഷം കണ്ടിട്ടാണ് പരിഹാരമായി ഈ ജ്ഞാനത്തിനെ തെരഞ്ഞ് പോകണത്. അപ്പൊ ആദ്യമായിട്ടൊരു ദോഷം പറഞ്ഞു, ഈ ദേഹ അഭിമാനം. നല്ലവണ്ണം അറിഞ്ഞോളണം, ദേഹബോധമല്ല, ദേഹ അഭിമാനം. ദേഹം ഞാനാണെന്നുള്ള അറിവുണ്ടല്ലോ, അജ്ഞാനം, അതിനെ നിവർത്തിപ്പിച്ചാൽ മതി. അല്ലാതെ ഊണ് കൊടുക്കാതെ ഉറങ്ങാതെ ഒന്നും ഇരിക്കണ്ട. ഏതമന്നമയമാത്മാനം ഉപസംക്രമ്യ തരണം ചെയ്തു പോവാം. ഇത് ഞാനാണെന്നുള്ള ഭ്രമം, ഇതാണ് ഞാൻ, ഇത് മാത്രമാണ് ഞാൻ. ഇതിന്റെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ സ്വാർത്ഥതയും. ഭഗവാൻ ആത്മവിചാരത്തിന് ക്ലൂ തരുന്നത് തന്നെ ഈ ദേഹത്തിൽ എവിടെയാണ് ഞാൻ എന്ന് തോന്നണത് നോക്കൂന്ന്. അങ്ങനെ തന്നെയാണ് വാക്ക്. അന്വേഷിച്ച് നോക്കുമ്പോ ഈ ഞാൻ എന്ന് തോന്നണത് ദേഹത്തിലൊന്നുമല്ല. ഞാൻ എന്ന് പറയുന്ന ഒരു തുടിപ്പ്, അനുഭവം ദേഹത്തിൽ എവിടെ തോന്നുന്നു എന്ന് ആരായുമ്പോ അതിന് ദേഹവുമായിട്ട് സമ്പർക്കമേ ഇല്ല. ആശ്ചര്യം അതാണ്. ദേഹത്തിനുള്ളിലാണ് ഞാൻ എന്ന് തോന്നണത്. പക്ഷെ അന്വേഷിക്കുമ്പോൾ ദേഹത്തിൽ ഒരു പാർട്ട് കഴട്ടിയെടുത്താലും അതിനൊന്നും ഒരു കോട്ടവുമില്ല. ലിവർ, കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ, ഒന്നും കണക്ഷൻ ഇല്ല. പിന്നെ ഈ ഞാൻ എന്താണ്, ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം എന്താണെന്ന് വിടാതെ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മവിചാരം. ഈ അഭിമാനം എവിടെ ലയമാകുന്നു അവിടെ സ്വയം പൂർണ്ണമായ അഹമയം കുതോ ഭവതി ചിന്വതഃ ഐപതത്യഹം നിജവിചാരണം അഹമിനാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ്ണ സത്. പരമപൂർണമായ സത്യം ഹൃദയത്തിൽ സ്വയം പ്രകാശിക്കുമ്പോൾ അതാണ് ഞാൻ എന്നൊരു തിരിച്ചറിവ്. ബോധോഹം എന്നറിഞ്ഞിട്ട് ജ്ഞാനഖഡ്ഗേന, അതുതന്നെ ആ അറിവൊരു വാള് പോലെ ബാക്കിയുള്ള പ്രതിബന്ധങ്ങളെ മുഴുവൻ വെട്ടിമാറ്റി മുന്നോട്ട് പോകും. ആ ബോധം, അതിന്റെ സ്വരൂപം എന്താണ്? നിസ്സംഗോ നിഷ്ക്രിയോസിത്വം സ്വപ്രകാശോ നിരഞ്ജന. ഇത്രയും ലക്ഷണം പറഞ്ഞു. നിസ്സംഗ, അതിനൊന്നിനോട് സംഘമില്ല. എത്ര ലാഘവത്തോടുകൂടിയാണ് ശരീരം, മനസ്സ് എല്ലാത്തിനും വിട്ടിട്ട് സുഷുപ്തിയിലേക്ക് അത് പോണത് അല്ലേ? ദിവസമുള്ള അനുഭവമാണ്. വളരെ ലാഘവത്തോടുകൂടെ അഹിർ നിർവൈനീ യഥാ എന്നാണ് ഉപനിഷത്ത് പറയണത്. പാമ്പ് അതിന്റെ വസ്ത്രം അഴിച്ചു വെക്കില്ലേ, അതുപോലെ രാത്രിയാവുമ്പോ ഈ ചട്ടയിൽ നിന്നും കഴട്ടിയെടുത്തിട്ട് ഊരിയെടുത്തിട്ട് വളരെ ലാഘവത്തോടുകൂടെ ഈ ശരീരത്തിനെ അഴിച്ചുവെച്ചു, മനസ്സിനെ അഴിച്ചുവെച്ചു, ജ്ഞാനിനെയും അഴിച്ചുവെച്ചു. എന്നിട്ട് കേവല സന്മാത്രമായിരിക്കണു. സംപ്രസാദ എന്നാണ് ഉപനിഷത്ത് ആ സ്ഥിതിക്ക് പറയുന്നത്. മോസ്റ്റ് പ്ലസന്റ് സ്റ്റേറ്റ്. ഒരു ഉപദ്രവമില്ലാത്തൊരവസ്ഥ, ഒരു ഉപദ്രവമില്ല. എത്ര വലിയ ഉപദ്രവമുള്ള ദിവസവും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉപദ്രവം പോയി. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ തോന്നുമ്പോൾ എല്ലാ ഉപദ്രവവും കൂടെ ജാഥയ്ക്ക് ആളുകൾ വരണ പോലെ പുറകെ വരും. അപ്പൊ ഈ ഞാൻ ലയിക്കുമ്പോ എല്ലാം ലയിക്കുന്നു, ഞാൻ ഉദിക്കുമ്പോ എല്ലാം ഉദിക്കുന്നു. ഞാൻ ലയിച്ച സ്ഥലത്ത് യാതൊന്നുണ്ടോ അത് ഒന്നിനോടും പറ്റുമാനമില്ലാതെ നിസ്സംഗമും നിഷ്ക്രിയമും സ്വപ്രകാശമും നിരഞ്ജനവുമായിട്ട്. അത് സ്വപ്രകാശം, സ്വയം പ്രകാശമാനമായ വസ്തുവാണ്. താനായിട്ട് ജ്വലിക്കുകയാണ്. ആ ജ്വലിക്കുന്നതുണ്ടല്ലോ അത് തന്നെ അതിന്റെ എനർജിയാണ്. ലൈറ്റ്, എനർജി, എക്സിസ്റ്റൻസ്, ഐ ബിക്കംസ് വൺ. പ്രാണൻ അഥവാ ഊർജം അഥവാ അതിന്റെ പ്രകാശം അഥവാ അതിന്റെ ഇരുപ്പ്, ഇതൊക്കെ ഒന്നായിട്ട് സത്വം, ചിത്വം, പ്രകാശത്വം ഒക്കെ ഒന്നായിട്ടിരിക്കാം. അങ്ങനെ ആ സത്തിനെ അറിഞ്ഞ്
ആൾക്ക് നിരഞ്ജനാണെന്നാണ്, ഒരു കളങ്കവുമില്ല, പ്യൂരിറ്റി. ഒരാൾ സംശുദ്ധി നേടുന്നത് എങ്ങനെയാ? ജ്ഞാനം കൊണ്ടേ നേടാൻ പറ്റുള്ളൂ. പല പാപവും തെറ്റും ഒക്കെ ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ പരിഹാരം എന്താ? ഈ ചെയ്ത ആളെ അങ്ങോട്ട് ഹോമിച്ച് കളയുകയാണ്. അഘമർഷണം എന്നാണ് പറയണത്. അഘമർഷണം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. അഘമർഷണം, അഘം എന്ന് വെച്ചാൽ പാപം, അഘമർഷണം എന്ന് വെച്ചാൽ പാപത്തിനെ ഇല്ലാതാക്കുക. എങ്ങനെ ഇല്ലാതാക്കും എന്ന് വെച്ചാൽ മാം ജുഹോമി സ്വാഹ, ഞാനാകുന്ന അഗ്നിയിൽ ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു എന്നാണ് മന്ത്രം. ഞാനാകുന്ന ഈ അഗ്നിയിൽ ഞാൻ എന്നെ തന്നെ ഹോമിക്കുകയാണ്. ആത്മാവാകുന്ന അഗ്നിയിൽ ചിത കൂട്ടി ഉള്ളിൽ തന്നെ ഹോമിച്ച് കളയാണ്. ഞാനില്ലാതായ പാപം മാത്രമല്ല, പാപിയെ ഇല്ലാതായിട്ട് തീർന്നു. പിന്നെ എന്ത് പാപം? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ തത് സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഈ ജ്ഞാനം പോലെ പവിത്രീകരിക്കുന്നത് ഒന്നുമില്ലെന്നാണ്. ബാക്കിയൊക്കെ തത്കാലത്തേക്ക് ഒരു വിശ്വാസമാണ്. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ പോലെ ഒരാൾ കാശിക്ക് പുറപ്പെട്ടു. എന്തിനാണ്? ഗംഗയിൽ കുളിക്കാൻ പോകും. എന്തേ? ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടേ, അപ്പോൾ പോയി ഇത്തിരി കുളിച്ചിട്ട് വന്നാൽ പിന്നെയും തുടങ്ങാം. അപ്പോ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഗംഗയിൽ കുളിച്ചാൽ പാപമൊക്കെ പോകും, പക്ഷെ പാപമൊക്കെ ഈ മരത്തിന്റെ മുകളിലൊക്കെ കയറിയിരിക്കും. നീ കുളിച്ചു വരണവരെ കാത്തുകൊണ്ടിരിക്കും. നീ കുളിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെയും മേലെ കയറിയിരിക്കും. ചിലപ്പോൾ ചില പാപം ആളെ കിട്ടാതിരിക്കുന്നുണ്ടാവും, അതും കയറിയിരിക്കും. ബാക്കിയൊക്കെ ടെമ്പററിയാണ്, താത്കാലികമാണ്. പാരമാർത്ഥ നിശ്ശേഷമായിട്ട് ഈ ദോഷങ്ങളെ നിവർത്തിപ്പിക്കണമെങ്കിൽ നമ്മളുടെ സ്വരൂപത്തിനെ അറിയുമ്പോൾ കാണാം, ഈ പാപവും പുണ്യവും സുഖവും ദുഃഖവും ഒക്കെ അതിൽ വെറും ഒരു ദൃശ്യം മാത്രമാണ്. എല്ലാം അതിൽ ഉദിച്ചു നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒന്നുകൊണ്ടും കളങ്കപ്പെടാതെ നിരഞ്ജനമായിട്ടിരിക്കും. അയമേവ ഹി തേ ബന്ധ യത് സമാധിമനുതിഷ്ഠസി. ഇത്രയും പറഞ്ഞിട്ട് അഷ്ടാവക്രൻ ജനകനോട് പറയാ, ഞാൻ ഉപദേശിച്ചു. അഷ്ടാവക്രന്റെ മതപ്രകാരം ഇന്നലെ ആരോ പറഞ്ഞു, അഷ്ടാവക്രൻ ഒരു റവല്യൂഷണറി ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. എന്താ റവല്യൂഷൻ എന്ന് വെച്ചാൽ, ഒരാൾക്ക് ശിഷ്യന് ഗുരുവിന്റെ അടുത്ത് ഭക്തി ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിന് ദൃഷ്ടാന്താണ് ഈ ശ്ലോകം. അഷ്ടാവക്രം പറയണത്, ഞാൻ നിന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞ്? നിഷ്ക്രിയോസി നിരഞ്ജനോസി സ്വപ്രകാശോസി നിരഞ്ജന. നീ നിഷ്ക്രിയനും സ്വപ്രകാശനും നിരഞ്ജനനുമാണ്, നീ ബ്രഹ്മമാണ്, പൂർണ്ണമാണെന്ന് പറഞ്ഞു. ഗുരുവായി ഞാൻ പറഞ്ഞിട്ട് നീ പിന്നെയും പോയിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കണമല്ലേ? ഇതാണ് ബന്ധം എന്നാണ്. മെഡിറ്റേഷനിൽ ഇരിക്കാൻ കാരണം എന്താ? എനിക്ക് ഇനിയും ഉറപ്പ് വന്നിട്ടില്ല, വീണ്ടും ഇതിനെ ഉറപ്പിക്കണം എന്ന് നിനക്കൊരു തോന്നലുണ്ടായല്ലോ. അയമേവ ഹി തേ ബന്ധ യത് സമാധിമനുതിഷ്ഠസീന്ന്. അതാണ് അഷ്ടാവക്രന്റെ റവല്യൂഷൻ. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് തീർന്നു. പിന്നെ ആരാ ഉദ്യമിക്കണം? ആരാ ചെയ്യണ ആള്? എന്നുവെച്ചാൽ ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യില്ല എന്നല്ല, ജ്ഞാനിയുടെ സ്ഥിതി തന്നെ മെഡിറ്റേഷനാണ്. നിത്യ നിരന്തര അവിഛിന്ന സമാധി. എന്താന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വരൂപം തന്നെ സമാധിയാണ്. അഭ്യാസം അപേക്ഷിക്കണില്ല. അഭ്യാസമൊക്കെ ജഡവസ്തുക്കളോടുള്ള പരിപാടിയാണ്. ചൈതന്യത്തിന് അഭ്യാസം കൊണ്ടൊന്നും നേടാനില്ല. അഭ്യാസം കൊണ്ട് ചൈതന്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൈതന്യം സ്വപ്രകാശമായതുകൊണ്ട് അവിടെ അഭ്യാസത്തിന് വിലയില്ല. അത് ഗുരു ഉപദേശ ശ്രവണ മാത്രത്തിൽ. ഇന്നലെ ശാന്തി ദുർഗാസ്തവം പാടിയപ്പോൾ അതിലൊരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. സത്യാർത്ഥാന്തര ദൃഷ്ട ദേശിക ഗിരാ ജാജ്വല്യമാനാം ധിയം. സത്യം അറിഞ്ഞിട്ടുള്ള ദേശികൻ പറയുമ്പോ കേൾക്കുമ്പോ അത് പ്രകാശിക്കും. സത്യാർത്ഥാന്തര ദൃഷ്ട ദേശിക ഗിരാ ജാജ്വല്യമാനാം ധിയം. ആ ദേശികൻ പറയുമ്പോ കേൾക്കുന്ന ക്ഷണത്തില് അത് ജ്വലിക്കും ഉള്ളില്. സോഹമസ്മി, അതാണ് ഞാൻ എന്നുള്ള പ്രത്യഭിജ്ഞ. ഭഗവാന്റെ സന്നിധിയിൽ ഒരുപാട് പേർക്ക് അങ്ങനെ അടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ഒരു ക്ഷണനേരത്തില് ഒരു ദർശനം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് സംസിദ്ധന്മാരായിട്ട് തീർന്നവരുണ്ട്. ചിലർക്ക് പിന്നെയും കുറെ നേരം ആവും വെച്ചോളൂ. നേടിയെടുത്ത് ആ സത്യം പൂർണ്ണമാവാൻ ചിലപ്പോൾ ഓരോരോ സമയം വരും. വാസനാക്ഷയം വരണമല്ലോ.
അതിന് ഉള്ള കാലം പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരുമായിരിക്കാം. എങ്കിലും ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ഗ്ലിംസ്, സ്ഫൂർത്തി, അത് ഒരു വാക്യത്തിൽ തന്നെ ഉണ്ടാവാം. നീ അതാണ്, നീ പൂർണ്ണമാണ്, നീ ഈ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന വസ്തുവല്ല. ത്വയാ വ്യാപ്തം ഇതം വിശ്വം, നീ സർവത്ര വ്യാപിച്ചിരിക്കുന്നു, നീ ഇല്ലാത്ത സ്ഥലമേ ഇല്ല. ഇവിടെയും അവിടെയും എല്ലാ സ്ഥലത്തും നീ ആത്മസ്വരൂപമായിട്ട് നിറഞ്ഞിരിക്കുന്നു. ത്വയാ വ്യാപ്തമിതം വിശ്വം ത്വയി പ്രോതം യഥാർത്ഥത. ഈ ലോകം ഉണ്ടല്ലോ നിന്നിലാണ് ഇരിക്കുന്നത്. വിവേകാനന്ദ സ്വാമി വെസ്റ്റിൽ അൽമേഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഒരു ശിഷ്യൻ പറഞ്ഞു, സ്വാമിജി നൗ യു ആർ ഇൻ അൽമേഡ. നോ, അൽമേഡ ഈസ് ഇൻ മീ. ഈ സ്ഥലം എന്നിലാണ്, ഞാനതിലല്ല എന്നാണ്. ഞാൻ ഒരു സ്ഥലത്തുമില്ല. ഞാനാകുന്ന ചിത്തില് മനസ്സുദിക്കുന്നു, മനസ്സ് ഇന്ദ്രിയങ്ങൾ അത് വഴിയിൽ പുറത്തേക്ക് വരുന്നു. അതാത് ദേശം കാലമൊക്കെ അതിൽ തോന്നുന്നു. ഇതൊക്കെ ലയിച്ചു കഴിഞ്ഞാൽ എന്നിൽ അഖണ്ഡമായ ഞാൻ മാത്രമാണ്, അധിഷ്ഠാനമായ ഞാൻ മാത്രമാണ് സത്യം. എന്നിൽ ഇതൊക്കെ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ജനകൻ ഇനി സ്വാനുഭവത്തിന് ഇതേപോലെ പറയും, എന്നിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ത്വയാ വ്യാപ്തമിതം വിശ്വം ത്വയി പ്രോതം യഥാർത്ഥത ശുദ്ധ ബുദ്ധ സ്വരൂപഹാത്വം. നീ ആരാണ്? ഈ ക്ഷുദ്ര ജീവിയല്ല, ശുദ്ധ ബുദ്ധസ്വരൂപഹാത്വം. ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്ത ആളാണ്. അതിനെ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ശ്രദ്ധയില്ല, വിശ്വാസമില്ല. ഉരൻ ഇന്മയിനാൽ എന്ന് ഭഗവാൻ ഉള്ളത് 40 പറഞ്ഞു. വേദം തത്വമസി എന്ന് പറഞ്ഞിട്ട് ആത്മവിചാരം ചെയ്യുന്നത് വിശ്വാസമില്ലായ്മയാണെന്നാണ്. ഞാനാരെ വിചാരം പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഗുരു എപ്പോ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് വിചാരം പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. ആഹസ്ഫുടം തത്വമസീതി വേദ തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠാം ഭൂയോ വിചാര മതിദുർബലത്വം. വീണ്ടും വിചാരം ചെയ്യണതുണ്ടല്ലോ ബുദ്ധിക്ക് ഉറപ്പില്ലായ്മ കൊണ്ടാണ്. തമിഴ് ഉരൻ ഇന്മയിനാൽ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ശ്രദ്ധയില്ലായ്മ കൊണ്ടെന്നാണ്. ഭക്തിയില്ല. ഗുരുവിന്റെ അടുത്ത് ഭക്തി ഉണ്ടെങ്കിൽ അത് നീ என்றால் എത് എന്ന് ശങ്കൈ എറും. മുരുകനാഥ സ്വാമി ഒരു പാട്ട് ഈ അക്ഷരമണമാല കമന്ററിയിൽ ഇടുന്നുണ്ട്, തായ്മാനവരുടെ. അത് നീ എന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചലനമില്ല എന്നാണ്. അത് എന്താണെന്ന് ഒരു ശങ്ക വന്നു കഴിഞ്ഞാൽ പലതും തോന്നും. അതിനുപോലും ഇടം കൊടുക്കാതെ മധുകുണ്ട വണ്ടുപോൽ, എന്നുവെച്ചാൽ തേൻ കുടിക്കുന്ന വണ്ടുപോലെ ജനകാദി മുനി, ജനകാദി മന്നവർകൾ പോൽ. നോക്കൂ, സനകാദി മുനികളല്ല, ജനകാദി മന്നവർകൾ. ജനകൻ മുതലായ രാജാക്കന്മാർ അതെന്താണെന്ന് പോലും ആലോചിക്കാതെ അതിനൊരു വിശേഷം കൊടുക്കുകയോ പിന്നീട് ധ്യാനിക്കാൻ നിൽക്കുകയോ പോലും ചെയ്യാതെ മധുകുണ്ട വണ്ടുപോലെ ഇരുന്നു പോയില്ല. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു ശങ്ക വന്നു പോകും, ഞാനൊന്ന് വന്നു പോകും, പിന്നെ ഒരു ക്രിയ വന്നു പോകും, കർമ്മം വന്നു പോകും, ചെയ്യേണ്ടത് വന്നു പോകും. അതിനുപോലെ ഇടം കൊടുക്കാതെ ഗുരു പറഞ്ഞു, ശിഷ്യൻ ഇരുന്നു പോയി. ഇത്ര വലിയ ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് ഇത്രയും നിങ്ങൾക്ക് എത്ര സ്പേസ് ഉണ്ട്? നിങ്ങൾക്ക് എനിക്ക് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് നടുവിൽ എത്ര സ്പേസ് ഉണ്ട്? സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സ്പേസും ഇല്ല, അല്ലേ? അത് നേടിയെടുക്കാൻ നിങ്ങൾ എന്ത് ആക്ഷൻ ചെയ്യും? എന്ത് ചിന്തിക്കും? അത് സ്വീകരിക്കാനുള്ളതാണ്, പ്രത്യഭിജ്ഞയാണ്, അവബോധമാണ്. സോഹമസ്മി ശുദ്ധ ബുദ്ധസ്വരൂപഹാത്വം. ഇതൊക്കെയാണ് അനുഗ്രഹമേ, അല്ലേ? നമ്മൾ പാപിയാണ്, അശുദ്ധനാണ്, അറിവില്ലാത്തവനാണ് എന്നൊക്കെ പറയുമ്പോ ഗുരു അനുഗ്രഹം എന്താന്ന് പറഞ്ഞാൽ നീ അറിവേ സ്വരൂപമാണ്. നടേശയെന്ന് പറഞ്ഞു അടുക്കള പണി ചെയ്തുകൊണ്ടിരുന്ന ആള് ഭഗവാനെടുത്ത് പറഞ്ഞു, ഭഗവാനെ ഇവരൊക്കെ മഹാപണ്ഡിതന്മാർ ഭഗവാനെടുത്ത് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നു, ശാസ്ത്രങ്ങളൊക്കെ പറയണു, എനിക്കൊന്നും അറിയില്ലല്ലോ. ഒന്നും തെരിയല്ലേന്ന് തെരിയതോ ഇല്ലയോ? അത് യാരേന്ന് പറയും, അവിടെതാണ്. ഒന്നും അറിയില്ല എന്ന് പറയണ്ടല്ലോ അല്ലേ? ഇതാരാ? അറിയില്ല എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അല്ലേ? അത് തന്നെ പൂർണ്ണം. You are illiterate ignorant, they are
ലേണഡ്, theirs is learned ignorance. അത്രയേ ഉള്ളൂ. ഒന്ന് പഠിച്ചിട്ടുള്ള അറിവില്ലായ്മ, ഒന്ന് പഠിച്ചിട്ടുള്ള അറിവില്ലായ്മ മഹാഘോരമാണ്. പഠിക്കാത്ത അറിവില്ലായ്മയെങ്കിലും പോട്ടെ, പഠിച്ചിട്ടുള്ള അറിവില്ലായ്മ ഉണ്ടല്ലോ, ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളവരുടെ ഒരു ടോർച്ചർ. അവർക്ക് എന്ത് പറഞ്ഞാലും അറിയാം. ഉപനിഷത്ത് പറഞ്ഞാൽ അറിയാം, ബ്രഹ്മസൂത്രം പറഞ്ഞാൽ അറിയാം, ഒക്കെ വാസിഷ്ഠം പറഞ്ഞാൽ അറിയാം, ഇതിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് അറിയാം, ഒക്കെ ബൈഹാർട്ടാണ്. ഭാഗവതം മുഴുവൻ ബൈഹാർട്ടാണ്. ദുഃഖം പോയിട്ടില്ല. എന്ത് ചെയ്യും? മഹാകഷ്ട. ചികിത്സിക്കാൻ പറ്റാത്ത കേസുകളാണ്. അങ്ങനെ ഒരു കേസിനാണ് നിത്യാനന്ദ സ്വാമി, താണ്ഡവരായ സ്വാമികൾ തന്നെ, താണ്ഡവരായ സ്വാമികളുടെ ഗുരു, അദ്ദേഹത്തിന്റെ ഇളയച്ചൻ തന്നെയാണ്, ഒരു 400-500 വർഷം മുമ്പുണ്ടായിരുന്നതാണ്. അപ്പൊ അദ്ദേഹം മരുമകന് അപാര ബുദ്ധി. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ സാധനം ഏൽക്കണില്ല, ഈ ബുദ്ധി വലിയ തടസ്സം. അവസാനം പറഞ്ഞു തലയ്ക്ക് ആവണക്കണ്ണ തളം കെട്ടി നിർത്തി. എന്തിനാ വെച്ചാൽ ബുദ്ധി ഇത്തിരി കുറയ്ക്കാനായിട്ട്. തലയ്ക്ക് ആവണക്കണ്ണ തളം കെട്ടി നിർത്തിയിട്ട് ആവണക്ക് ചെടിയുടെ ചോട്ടിൽ കിടക്കാൻ പറഞ്ഞ് 4 ദിവസം പഴകിയ ആഹാരം മാത്രം കുറച്ച് ദിവസം കഴിക്കുക. ഭൂതി പര്യൂഷിതം ചെയ്യത്തുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈ എന്ത് പറഞ്ഞാലും ബ്രെയിൻ വർക്ക് ചെയ്യും. നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴേക്കും 4 എണ്ണം ഇങ്ങടേക്ക് പോരും. അവസാനം അദ്ദേഹത്തിന് എന്നിട്ട് ഗുരു ഉപദേശം ഉള്ളിൽ ഏൽക്കാത്ത സ്ഥിതി വരുമ്പോ പോയി കടലിൽ ചാടുന്നു പറഞ്ഞു താണ്ഡവരായ സ്വാമിയാണ്. അപ്പൊ പുറകോട്ട് നടന്നുകൊണ്ട് ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടേ പോവാണ് കടലിലേക്ക് ചാടാനായിട്ട്. ഗുരുവിനെ കണ്ട് വന്ദിച്ചുകൊണ്ട് തന്നെ പുറകോട്ട് പോവാണ്. അപ്പൊ പുറകെ നിന്നും ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇപ്പൊ അവൻ പാടുന്നതൊക്കെ എഴുതിയെടുത്തുകൊണ്ടേ പോകുന്നു. അങ്ങനെ ഒരു കഥ. ഇത് അദ്ദേഹത്തിന് അനുഭവജ്ഞാനം വരാനായിട്ട് ഗുരു ബുദ്ധിയെ ഇത്തിരി കുറച്ചു. ഈ ബുദ്ധി ഒരു വലിയ തടസ്സമായിട്ട് തീരുകയാണ്. അയമേവഹിതേ ബന്ധ, ഇത് തന്നെ ബന്ധം. ബുദ്ധി ഒരു ബന്ധമായിട്ട് തീരണം, നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരു ബന്ധം. എന്ത് വേണമെങ്കിലും അനുകൂലവുമാവാം പ്രതികൂലവുമാവാം. എങ്ങനെ എടുക്കണമെന്നുള്ളത്. പൂജ ചെയ്താൽ ചിലപ്പോൾ പൂജ കൊണ്ട് തന്നെ സാക്ഷാത്കാരം വരും. എന്തിലൂടെ വരും എന്ന് പറയാനേ വയ്യ. ചിലപ്പോൾ നാമം ജപിച്ചാൽ മതി, കിട്ടിക്കോളും, അഖണ്ഡത്തിൽ പോയിക്കോളും. പക്ഷെ എന്തും പ്രതിബന്ധാവും. ഈ പൂർണ്ണത്വത്തിന് എന്തും പ്രതിബന്ധാവും. അതുകൊണ്ട് ഇവിടെ ജനകനോട് അഷ്ടാവക്രൻ പറഞ്ഞു, നീ ശുദ്ധനും ബുദ്ധനും നിരഞ്ജനനുമാണ്, നിരപേക്ഷോ നിർവികാരോ നിർഭര ശീതളാശയ. നിരപേക്ഷ, നിനക്ക് ഒന്നിന്റെയും കുറവില്ല, ഒന്നും തനിക്ക് ആവശ്യമില്ല. നീ എപ്പോ ആത്മാവാണെന്ന് അറിയണോ, യു ആർ നോട്ട് ഇൻ നീഡ് ഓഫ് എനിത്തിങ്. ന ആപ്യം ന വികാര്യം ന സംസ്കാര്യം ന ഉത്പാദ്യം. ശങ്കരാചാര്യരോട് ഉണ്ടാക്കാനൊന്നുമില്ല, ആയിത്തീരാനൊന്നുമില്ല, നേടിയെടുക്കാനൊന്നുമില്ല. തന്നിൽ നിന്ന് അന്യമായി ഒന്നും തനിക്ക് വേണ്ട. താൻ സ്വയമേവ പൂർണ്ണത്വം തന്നിൽ തന്നെ കണ്ടെത്തിയ ആൾക്ക് ഈശ്വരത്വം പോലും വേണ്ട, യാതൊന്നും വേണ്ട. ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, അരുണാചലേശ്വരർ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് ചോദിക്കും ചോദിച്ചു മഹർഷിയോട്. മഹർഷി പറഞ്ഞു, ഈ പ്രത്യക്ഷപ്പെടുന്ന ജോലിയൊന്നും എൻ്റെ അടുത്ത് വെക്കണ്ടെന്ന്. ഈ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞു പോണ ഏർപ്പാടൊന്നും നമുക്ക് വേണ്ട, യാതൊന്നും വേണ്ട എന്നുള്ളതാണ് സുഖം. നിരപേക്ഷ, നിനക്കൊന്നും ആവശ്യമില്ല. പുറത്തു നിന്ന് എന്തൊക്കെ വരണോ സർവേ സംയോഗജാ ദുഃഖ. പുറമേ നിന്ന് വരുന്നതൊക്കെ ദുഃഖം ഉണ്ടാക്കും. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് അപാരമായി ദുഃഖം തന്നിട്ട് നമ്മളെ വിട്ടുപോകും. എത്ര കണ്ട് നമ്മളെ സുഖിപ്പിക്കണോ അത്ര കണ്ട് ദുഃഖിപ്പിക്കും. അത് ശരീരം തൊട്ട് തുടങ്ങി എന്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോളൂ. മനസ്സ് തൊട്ട് തുടങ്ങിക്കോളൂ. മനസ്സ് ദുഃഖിപ്പിക്കും. എന്താന്ന് വെച്ചാൽ മനസ്സ് അപ്പൊ സത്സംഗത്തിലേക്ക് നല്ല സുഖമായിട്ട് വരുന്നു. കുറച്ച് കഴിഞ്ഞാൽ അത് ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സ് ദുഃഖിപ്പിക്കും. അപ്പൊ ഈ മനസ്സിനെ എടുത്ത് ദൂരെ കളയാൻ പറ്റുമെങ്കിൽ നല്ലത്. ശരീരം ദുഃഖിപ്പിക്കും. എന്താന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. ഹെൽത്തി ആയി ഇരിക്കുന്നത് നല്ലത്. നാളെ അതിന് വയ്യാതായി കഴിഞ്ഞാൽ ഓരോരുത്തര് ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കൊരു ദോഷം എന്താന്ന് വെച്ചാൽ, ഒരു ജലദോഷം വന്നാൽ ക്യാൻസർ വന്ന പോലെ കാണിക്കും. ചിലരെ സമാധാനിപ്പിക്കുമ്പോഴേക്കും നമുക്ക് മതിയാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അവർക്ക് ഒരു സൂക്കേടും ഇല്ല, സൂക്കേട് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലർക്കുണ്ട് കുറേ സൂക്കേട്, കുറെ കഴിയുമ്പോൾ അവർ
തലയ്ക്ക് മേലെ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാണാണെങ്കിൽ എന്താ, മുഴവാണെങ്കിൽ എന്താ, എന്തോ വന്നിട്ട് പോട്ടെ എന്ന് അയക്കളെ. ആ ഫ്രീഡം പുറമേ നിന്നെല്ലാം ദുഃഖിപ്പിക്കും, ശരീരത്തിൽ ആരോഗ്യവും ദുഃഖിപ്പിക്കും. നമ്മൾക്കത് കുറെ കഴിയുമ്പോൾ അറിയാം ആരോഗ്യമായിട്ട് ഇരിക്കണത് നല്ലത്. പക്ഷെ ആരോഗ്യത്തിന് പോലും അറ്റാച്ച്മെന്റ് പാടില്ല. എന്ത് വരണ വഴി വെച്ചിട്ടാണ്. പുറമേ നിന്ന് എല്ലാം നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് ഒന്നും വേണ്ടെന്ന്. എന്തെന്ത് എനിക്ക് ദുഃഖം തരുമോ, എന്നിൽ നിന്ന് അന്യമായി യാതൊന്നും എനിക്ക് ആവശ്യമില്ല. മുക്തിയും വേണ്ട. ന മോക്ഷസ്യ ആകാംക്ഷ വിഭവവാഞ്ചാപിചനമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപി ന പുനഃ. യാതൊന്നും എനിക്ക് വേണ്ടെന്ന് പറയും. എന്നാ പ്രാരബ്ധം പടി എന്ത് വരികയാണെങ്കിലും വന്നോട്ടെ. നല്ല നിറയെ ശാപ്പാടോ ശരി, പഷ്ണിയോ ശരി, വസ്ത്രമുണ്ടോ ശരി, നല്ല ധനസമൃദ്ധിയോ ശരി, ഇല്ലേ ദാരിദ്ര്യാണോ ശരി. ഇതൊന്നും ഒരു നിയമമേ ഇല്ല പ്രകൃതിയില്ല. ഇതൊന്നും നമ്മളെ ആശ്രയിച്ചല്ല. ഇതൊക്കെ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ ഉദിച്ചു നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കണു. ഓരോന്ന് അതാത് കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും എന്നെ സ്പർശിക്കുന്നേ ഇല്ല. ഞാനിതുകൊണ്ടൊന്നും കണ്ടീഷൻഡേ അല്ല. നിരപേക്ഷ നിർവികാര, ഒരു വികാരവും എന്നെ തൊടുന്നില്ല. ഒക്കെ വന്നു വന്നു പോകും. ഞാൻ സാക്ഷിയാണ്. നിർഭര, ഞാൻ പൂർണ്ണനാണ്. എനിക്കൊരു രൂപവുമില്ല. ശീതളാശയ, ഉള്ളില് കുളിർമ നിറഞ്ഞിരിക്കണു. അഗാധ ബുദ്ധി. ഇതിപ്പോ ഞാനെന്ന് പറഞ്ഞു. ഞാൻ ജനകനോട് അഷ്ടാവക്രൻ നീ എന്നാണ് പറയണത്. അഗാധ ബുദ്ധി, നീ അഗാധ ബുദ്ധിയാണ്. എന്നുവെച്ചാൽ ജ്ഞാനം നിന്റെ സ്വരൂപമാണ്. അറ്റം കാണാൻ പറ്റാത്ത അറിവെന്നർത്ഥം. അക്ഷുബ്ധ, ഒരു ചലനവും നിന്നിലില്ല. ഭവചിന്മാത്ര വാസന, ഇതിലെ ഉപദേശമാണത്. ജനകനോട് പറയണത് നീ നിരപേക്ഷനായിട്ട് തീരൂ. ഹേ ജനക, നിനക്ക് ഒന്നിന്റെയും ഉള്ളുകൊണ്ട് ചെയ്യേണ്ട സാധന എന്താന്ന് വെച്ചാൽ ഒന്നും വേണ്ടെന്ന് പറയുന്നു. നിരപേക്ഷോ ഭവ. ഈ ഭവ എന്നുള്ളത് എല്ലായിടത്തും അധ്യാഹരിക്കണം. ധ്യാനിക്കാൻ പറ്റിയില്ലേ, വേണ്ട. മനസ്സ് അസമാധാനമായിട്ടിരിക്കണം. ഇരുന്നിട്ട് പോട്ടെ. എന്ത് വേണമെങ്കിൽ ആളുകളെ സമ്മതിക്കാം, അത് മാത്രം സമ്മതിക്കില്ല. അവിടെയും നമ്മളുടെ അഭിമാനമാണ്. മനസ്സ് കുറേ വേദനിച്ചിട്ട് പോട്ടെ. കാലും കയ്യൊക്കെ വേദനിക്കണ പോലെ തന്നെ അതിലും വേദന. കുറച്ചു നേരം വേദനിച്ചിട്ടിരിക്കാം. മനസ്സിലെ വേദന നിങ്ങൾ പിടിച്ചു നിർത്തിയാൽ അരമണിക്കൂറിന് മേലെ ഇല്ലാതെ പോയി കളയും. അതിന് ഇരിപ്പില്ലല്ലോ, അതിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നല്ല കാലം. അല്ലെങ്കിൽ അത് പിടിച്ച് എടുത്തു കളഞ്ഞു കളയും. ഇപ്പൊ എന്തിനാ എടുത്തു കളയേണ്ടതെന്നാ ചോദിക്കണം. ആസ്പത്രിയിൽ പോയി കഴിഞ്ഞാൽ അവര് എടുത്തു കളയാൻ റെഡിയായിട്ടിരിക്കുകയാണ്. നിരപേക്ഷോഭവ, ഒന്നും വേണ്ടെന്ന് പറയൂ. നിർവികാരോഭവ, ഒരു വികാരത്തിനോടും സമ്പർക്കമില്ലാതിരിക്കും. നിർഭര. ശീതളാശയ, നല്ല കുളിർമയോടെ ശീതളമായിട്ടിരിക്കൂ. അഗാധബുദ്ധി, ജ്ഞാനനിഷ്ഠനായിട്ടിരിക്കൂ. അക്ഷുബ്ധ, ഒന്നുകൊണ്ടും ക്ഷോഭം വരാത്തവനായിട്ടിരിക്കൂ. ഇതൊക്കെ എങ്ങനെ ഇരിക്കാൻ പറ്റും ഭഗവാനെ? ചിന്മാത്രവാസനോഭവ, ഒരു വാസന മാത്രം ഉണ്ടാക്കിക്കൊള്ളൂ എന്നാണ്. വാസന എന്ന് തന്നെയാണ് പറയണത്. എന്ത് വാസനയാന്ന് വെച്ചാൽ ആത്മവിചാരമാകുന്ന വാസന ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും അച്ചിന്മാത്രമായിട്ടിരിക്കുന്ന ഒരു പ്രകൃതി എടുത്തോളൂ, തെരഞ്ഞെടുത്തോളൂ. ആ ധ്യാനസുഖത്തിനെ, ആത്മധ്യാനത്തിനെ പിടിവിടാതിരിക്കൂ. ഞാൻ 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 എന്നുള്ള സ്ഫൂർത്തിയുടെ പിടിവിടാതെ ഇരിക്കൂ. ആ ചിന്മാത്രവാസനോ ഭവ, ബാക്കിയൊക്കെ വിട്ടുകളയൂ. ഞാൻ അവനവനെ വിട്ടിട്ട് ബാക്കി എല്ലാത്തിനും പുറകെ ഓടുകയാണ്. അഷ്ടാവക്രൻ പറഞ്ഞു ബാക്കിയൊക്കെ വിട്ടിട്ട് നീ മാത്രമായിട്ടിരിക്കും. ഒരു രൂപത്തിനെയും പിടിക്കേണ്ടെന്നാണ്. ചിത്തവൃത്തികളൊക്കെ രൂപമാണ്, പുറമേ കാണുന്നതൊക്കെ രൂപമാണ്. അവനവന്റെ ശരീരം രൂപമാണ്, മറ്റുള്ളവരുടെ ശരീരം രൂപമാണ്. സാകാരമനൃതം വിദ്ധി, രൂപം പൂണ്ട് നിൽക്കുന്നതൊക്കെ നുണയാണ്, കള്ളമാണ്.
നിരാകാരം നിരന്തരം. ഈ സത്തുണ്ടല്ലോ, നമ്മൾക്ക് വളരെ ആശ്ചര്യം എന്തറിയോ, നമ്മൾ വിചാരിക്കുന്നത് ഒന്നും സത്യമാവണമെങ്കിൽ അതിന് രൂപം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ധാരണ. നേരെ മറിച്ച് വാസ്തവം എന്താണെന്ന് വെച്ചാൽ രൂപമുള്ളതിന് ഇരിപ്പില്ല, ഇരിപ്പുള്ളതിന് രൂപമില്ല. ഇപ്പൊ എനിക്ക് ഇരിപ്പുണ്ട്, എന്റെ രൂപം എനിക്ക് അറിയാനേ പറ്റില്ല. നിങ്ങൾക്കൊക്കെ എനിക്ക് രൂപമുണ്ട്, പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് എനിക്ക് അറിയാൻ പറ്റില്ല. നിലനിൽപ്പ് രൂപവത്തല്ല, അത് അനുഭൂതിവത്താണ്, അത് അനുഭൂതി സ്വരൂപമാണ്. രൂപത്തിനൊന്നും അനുഭൂതിയില്ല, രൂപം കാണാനേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങളെ കാണാനേ എനിക്ക് പറ്റുള്ളൂ, നിങ്ങളെ അനുഭവിക്കണ പോലെ എനിക്ക് നിങ്ങളെ അനുഭവിക്കാൻ പറ്റുമോ? എനിക്ക് എന്നെ കാണാൻ പറ്റില്ല. എന്താ, പക്ഷെ ഞാൻ അനുഭവമാണ്. ഞാൻ എന്ന് പറയുന്നത് അസ്തിത്വമാണ്, നിലനിൽപ്പാണ്. അതുകൊണ്ടിവിടെ അഷ്ടാവക്രൻ പറഞ്ഞു, രൂപം ഉള്ളതൊക്കെ തന്നെ വെറും കള്ളമാണ്, ഒരു നിലനിൽപ്പില്ലാത്തതാണ്. സാകാരം അനൃതം വിദ്ധി, നിരാകാരം, ഒരു രൂപവുമില്ലാതെ അധിഷ്ഠാനമായിട്ട് ഏതൊന്നുണ്ടോ അത് നിരന്തരം, അത് നിരന്തരമാണ്. എന്നിട്ട് ജനകനോട് പറയാ, ഏത തത്വോപദേശേന, ഈ തത്വോപദേശം കൊണ്ട് എന്ന് വെച്ചാൽ ഇത് നീ സ്വീകരിച്ചാൽ ന പുനർഭവ സംഭവ, വീണ്ടും നീ ജനിക്കില്ല. രൂപത്തിനെ പിടിച്ചിരിക്കുന്നിടത്തോളം നീ ജനിക്കും. തത്വത്തിനെ ഗ്രഹിച്ചാൽ നിനക്ക് ജനനമില്ല, ഇരുപ്പിനെ പിടിച്ചാൽ നിനക്ക് ജനനമില്ല. അതിൽ തോന്നുന്ന നാമരൂപങ്ങളൊക്കെ ജനന കാരണമാണ്. ഏത തത്വോപദേശേന പുനർഭവ സംഭവ. ഈ ശ്ലോകം അവധൂതഗീതയിലും ആവർത്തിക്കപ്പെടേണ്ടതെന്നാണ് എന്റെ ഓർമ്മ. സാകാരം അനൃതം വിദ്ധി, നിരാകാരം നിരന്തരം. നിരാകാരമായിട്ടുള്ളത് ആത്മാവ് സ്വരൂപം നിരന്തരമുണ്ട്. ഇതിനെ ഗ്രഹിച്ചുകൊള്ളുക. ഈ തത്വോപദേശം നീ അറിഞ്ഞാൽ, ഗ്രഹിച്ചാൽ നിനക്ക് വീണ്ടും ജനനം മരണം എന്നുള്ള ദുഃഖമില്ല. ന പുനർഭവ സംഭവ. യഥൈവ ആദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. ഒരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയിൽ ഒരു റിഫ്ലക്ഷൻ കാണുമ്പോൾ അത് മുഴുവൻ, കണ്ണാടി മുഴുവൻ നിറഞ്ഞിരിക്കും, ചുറ്റും പരിതഃ എല്ലാം. അതേപോലെ അസ്മിൻ ശരീരേന്തഃ, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന പരമേശ്വരൻ, ജീവനല്ല പരമേശ്വരൻ. ഇപ്പൊ ഒരു പാട്ട് പാടിയതിൽ ഒരു പാട്ട്, പിണ്ടമേവിയ നാഥനെ ബ്രഹ്മാണ്ടമേവിയ നാഥനായി കണ്ട് നിன்று ഉളേ കളിത്ത് കണിന്തുളേ കളി കൊണ്ടവൻ. പിണ്ടമേവിയ നാഥനെ പിരമാണ്ടമേവിയ എന്നാണ് പാടുക. എന്നുവെച്ചാൽ ബ്രഹ്മാണ്ടമേവിയ, ഈ പിണ്ടത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ അധിഷ്ഠാനമായ പൂർണ്ണ വസ്തുവാണെന്ന് കണ്ട് കളിക്ക. കളി എന്നുള്ള വാക്ക് ആനന്ദം എന്നർത്ഥം. ആ ആനന്ദം, പൂർണ്ണത്വം അസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വര, ഉള്ളിലും പുറത്തുമൊക്കെ ആ പരമേശ്വരൻ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്നു. ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ. ഏകം സർവഗതം വ്യോമ, ഒന്നായി സർവവ്യാപിയായി ഇരിക്കുന്ന ആകാശം. ബഹിരന്തർ യഥാ ഘടേ, ഈ ഘടം, കുടമെടുത്തു കഴിഞ്ഞാൽ കുടത്തിന്റെ ഉള്ളിലും വെളിയിലും ഒക്കെ ഒരു ആകാശം വ്യാപിച്ചിരിക്കും. ആകാശത്തിനെ, ഈ ഘടത്തിനുള്ളിലുള്ള ആകാശത്തിനെ ഘടാകാശം എന്ന് പറയും, പുറത്തുള്ള ആകാശത്തിനെ മഹാകാശം എന്ന് പറയും. പക്ഷെ വാസ്തവത്തില് ഘടമുണ്ടെങ്കിലും ഘടം പൊട്ടിച്ചു കളഞ്ഞാലും ഒരു ആകാശമേ ഉള്ളൂ. ഒരു തോന്നലുണ്ട്, ഘടത്തിനുള്ളിലുള്ള ആകാശം, വെളിയിലുള്ള ആകാശം. ഘടമെന്ന് പറയുന്നത് ആകാശത്തിൽ വെറും ഒരു അപ്പിയറൻസ് മാത്രമാണ്. അതുപോലെ അഖണ്ഡമായിട്ടിരിക്കുന്ന, ആകാശകൽപ്പമായിട്ടിരിക്കുന്ന പൂർണ്ണത്വത്തില് ഈ ശരീരം തോന്നി നിന്നും അറിയുന്നു. ഇത് ഓരോന്നും ആരാഞ്ഞുള്ളിൽ നോക്കുമ്പോൾ ആകാശമേ ഉള്ളൂ, ശരീരമേ ഇല്ല.
എവിടെ ശരീരം? ഈ ആകാശം എന്ന് പറയുന്നത് ശൂന്യമൊന്നുമല്ല, ഇതൊക്കെ സച്ചിദാനന്ദമാണ്, ഇരുപ്പാണ്. എന്ത് വേണമെങ്കിൽ അതിന് ജനിക്കും, എന്ത് വേണമെങ്കിൽ പറയും. സ്പേസ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഉപനിഷത്ത് ഒരു ധ്യാനത്തിന് കൊടുക്കുന്നത് തന്നെ കം ബ്രഹ്മ, ഖം ബ്രഹ്മ, പ്രാണോ ബ്രഹ്മ. സുഖം ബ്രഹ്മമാണ്, ആകാശം ബ്രഹ്മമാണ്, പ്രാണൻ ബ്രഹ്മമാണ്. ഇത് മൂന്നും കണക്റ്റഡാണ്. നല്ലവണ്ണം ധ്യാനിച്ചു നോക്കൂ, അതിന്റെ മർമ്മം മനസ്സിലാവും. സുഖം ഉള്ളപ്പോ സ്പേസ് ഇല്ല, സ്പേസ് ഇല്ലാത്തപ്പോ ടൈമില്ല. ടൈം, സ്പേസ്, ഹാപ്പിനെസ് ഒക്കെ ഒന്നാണ്. ടൈം വരുമ്പോൾ മൈൻഡ് വരും, മൈൻഡ് വന്നു കഴിഞ്ഞാൽ സ്പേസ് വരും. പ്രാണൻ എന്ന് പറയുന്നത് അവിടെ മനസ്സ് തന്നെയാണ്. മനസ്സ്, ടൈം, സ്പേസ് ഒക്കെ തന്നെ അഖണ്ഡത്തിൽ ഉണ്ടായി നിന്നു മറയുന്നു. അഖണ്ഡം ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാതിരിക്കുന്നു. ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ. ഒരു ഘടത്തിന്റെ ഉള്ളിലും വെളിയിലും ഒക്കെ സർവവ്യാപിയായ ആകാശം നിൽക്കുന്ന പോലെ നിത്യം നിരന്തരം ബ്രഹ്മ. നിത്യം, നാശമില്ലാത്തതും നിരന്തരം എപ്പോഴും ഉള്ളതുമായ ബ്രഹ്മ സർവഭൂതഗണേ തഥാ സർവപ്രാണികളുടെ ഉള്ളിലും വ്യാപിച്ച് അഖണ്ഡമായിട്ടിരിക്കുന്നു. അതിന് സൂത്രം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്റെ സ്വരൂപം അറിയുമ്പോൾ എല്ലാവരെയും തൊട്ട് കഴിഞ്ഞു. ഭഗവാൻ പറയണത് ദ ഗ്രേറ്റസ്റ്റ് സർവീസ് ദാറ്റ് യു ക്യാൻ റെൻഡർ ടു ദ വേൾഡ് ഈസ് ടു റിയലൈസ് ദ സെൽഫ്. ഈ സാക്ഷാത്കാരം നേടിയാൽ എല്ലാവർക്കും ഉപകാരം ചെയ്തു കഴിഞ്ഞു. ഒരു ജ്ഞാനി ഇരിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ഉപകാരം വേറെ ഒന്നുമില്ല. അത് ഗുഹയിൽ പോയി അടച്ചിരുന്നാലും ശരി. നമ്മളാണ് പറയണത് ആസ്പത്രി കെട്ടുന്നതാണോ ഉപകാരം, സ്കൂൾ കെട്ടുന്നതാണോ ഉപകാരം ഒക്കെ. അതൊക്കെ കുറെ പരീക്ഷിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവിടെ പോയി താമസിച്ച് നോക്കിയാൽ എത്ര ഉപകാരം ആവേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദൂരത്ത് നോക്കുമ്പോൾ എല്ലാ ഉപകാരം പോലെ തോന്നും. നമ്മളുടെ ഉപകാരം കൊണ്ട് എത്ര ദ്രോഹം ഉണ്ടാവേണ്ടതെന്ന് പിന്നെ മനസ്സിലാവും. നമ്മള് വെളുക്കാൻ തേക്കുന്നത് മുഴുവൻ പാണ്ടാവും. ചിലപ്പോ ജ്ഞാനം, ശുദ്ധ ജ്ഞാനം കേൾക്കുമ്പോൾ ഹൃദയമില്ലായ്മ പോലെ തോന്നും. സാധാരണ ആളുകൾക്ക് തോന്നും ഒരു ഹാർട്ട്ലെസ് ആയിട്ട് തോന്നും. പക്ഷേ അതിൽ നിന്ന് അതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഒന്നും ചെയ്യാൻ ആർക്കും പറ്റും. വിവേകാനന്ദ സ്വാമി അവസാനം ഇത് പറയണ്ടേ, ഞാൻ ഒരുപാട് മറന്നു പോകുന്ന ഒരു സത്യം എനിക്ക് അവസാനമാകും തോറും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു. ഒരാൾ ഈ സത്യം അറിഞ്ഞു ഗുഹയിൽ അടച്ചിരുന്നാലും ലോകം മുഴുവൻ അനുഗ്രഹീതമാവും. ഓൾ അതർ തിങ്സ് ആർ ഹംബഗ്, സൂപ്പർ ഇമ്പോസിഷൻ. ഡൂയിങ് ഗുഡ് ടു ദ വേൾഡ്, ഫൂ ഫൂ എന്നാണ് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ലെറ്റർ വായിച്ചു നോക്കിയാൽ കാണാം, ഡൂയിങ് ഗുഡ് ടു ദ വേൾഡ്, ഫൂ ഫൂ. ഐ എം ഔട്ട് ഓഫ് ദിസ് ഇലൂഷൻ, ഡെലൂഷൻ, ഫൂളിഷ്നെസ്. നമ്മൾ നല്ലത് ചെയ്യാൻ പോണത് മുഴുവൻ അവസാന ഏർപ്പാട് കുഴപ്പത്തിലാവും. ശൃംഗേരി ശങ്കരാചാര്യ ഭാരതീയ തീർത്ഥസ്വാമി ഒരിക്കൽ പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ ഇനോഗ്രേഷൻ വിളിച്ചു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ എന്ത് ആശീർവദിക്കും, ആസ്പത്രി നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികൾ വരണം. വന്നവരൊക്കെ നല്ലവണ്ണം പ്രയോജനപ്പെട്ടു പോട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ആശീർവദിച്ചാൽ മതിയോ? ശരിക്കും ആശീർവദിക്കേണ്ടത് ഈ രോഗികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ വരാൻ ഇടവരാതിരിക്കട്ടെ. അങ്ങനെ ആശീർവദിക്കാമെന്ന് പറഞ്ഞാൽ ആസ്പത്രിക്കാർ വിളിക്കോ? എല്ലാം വേണം. ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടുത്തെ ആവശ്യത്തിന് പ്രയോജനപ്പെടുന്നു എന്നല്ല, പരമാർത്ഥമായി നല്ലത് ചെയ്യണു എന്നൊന്നും നമുക്ക് അഭിമാനിക്കാൻ വയ്യ. ഈ സത്യം അറിയുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്നാണ് ജ്ഞാനികളുടെ വേർഷൻ. ബുദ്ധൻ പറയണത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ഉപകാരമായി. ഒരു ആളറിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അതുകൊണ്ട് അനുഗ്രഹീതമായി കഴിഞ്ഞു. അത് നിങ്ങൾ അറിഞ്ഞാലും മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ശരി.
അത് മാത്രമാണ് ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റ്. ഭാഗവതത്തിലെ ദേവന്മാരൊക്കെ ചെന്ന് പറഞ്ഞു, ഓരോരുത്തരായി കംപ്ലൈന്റ് പറഞ്ഞു. ഹിരണ്യകശിപു എന്നെ പാചകക്കാരനാക്കി എന്ന് അഗ്നി പറഞ്ഞു. വരുണൻ പറഞ്ഞു, എന്നെ ഹിരണ്യകശിപു ടാപ്പില് വാട്ടർ ടാങ്കില് മുകളിലിട്ടിട്ട് ടാപ്പ് കൂടെയൊക്കെ വരുത്തിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. വായു പറഞ്ഞു, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ വരണം. എല്ലാ കംപ്ലൈന്റും ഭഗവാനെടുത്ത് പറഞ്ഞു. നമ്മൾ ഇന്ന് അത് ചെയ്യണത്, അതിൽ പറയണത് വേറെ വിധത്തിലാണ്. അയാളുടെ വീട്ടു ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരണു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ സഹിച്ചോളാം. അയാൾ എന്ത് വേണമെങ്കിലും പ്രകൃതിയെ ടാമ്പർ ചെയ്താലും സഹിച്ചോളാം. പ്രഹ്ലാദന്റെ മേലെ കൈവെച്ച കാച്ചിക്കളയുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ മാത്രമാണ് ഈശ്വരന്റെ സെന്റർ. സത്യം അറിഞ്ഞവൻ ജ്ഞാനി. അത് അയാൾ ആരുടെ അടുത്ത് വരം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ വരട്ടെ, ഹനിഷ്യേപി വരോർജിതം. അവൻ എന്ത് വരം വാങ്ങിച്ചിട്ട് വന്നാലും ശരി, അവിടെ പോയി തൊട്ടാ ഞാൻ തീർത്ത് കളയുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റ് അവിടെ മാത്രമാണെന്നാണ് അതിന്റെ സൂചന. ബാക്കി എന്ത് വേണമെങ്കിൽ നശിച്ചോട്ടെ, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ വെറും വരും പൂവും ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ തൊട്ടാൽ കാര്യം സീരിയസ് ആണ്. അപ്പോ അത്രയും വിലപ്പെട്ട സാധനമാണത് എന്നർത്ഥം. അത്രയും വിലപ്പെട്ടതാണത്. ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ. ഈശ്വരൻ സംരക്ഷിച്ചുകൊള്ളുന്നതാണ്. ഈശ്വരൻ ആണ് ആ ശരീരത്തിന്റെ സംരക്ഷയിതാവ്, രക്ഷിത. ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ. നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ. നിത്യനിരന്തരമായി ആ ബ്രഹ്മം സർവഭൂതങ്ങളുടെയും ഉള്ളില് നിരന്തരമായി അഖണ്ഡമായിരിക്കുന്ന ആകാശം പോലെ വ്യാപ്തമായി സർവവ്യാപിയായിട്ടിരിക്കുന്നു. നിരപേക്ഷോ നിർവികാരോ നിർഭര ശീതലാശയ അഗാധബുദ്ധിരക്ഷുബ്ധ ഭവചിന്മാത്രവാസന സാകാരമനൃതം വിദ്ധി നിരാകാരം നിരന്തരം നിരാകാരം തു നിശ്ചലം ഏതത്തത്വോപദേശേന ന പുനർഭവ സംഭവ യഥൈവ ആദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേ അന്തഃ പരിതഃ പരമേശ്വരഃ ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ. ഈ ശ്ലോകമൊക്കെ തന്നെ ഉള്ളിൽ വെച്ചാലേ ശരി. അപ്പൊ ജനകൻ ഇത് കേട്ടിട്ട് നല്ല തിരിയിൽ എണ്ണ ഒഴിച്ച് തിരി നനച്ച് എണ്ണ നനച്ച് വെച്ചാല് വിളക്ക് കൊളുത്തിയാൽ എങ്ങനെ പിടിക്കും അതുപോലെ പിടിച്ചു. അപ്പൊ ജനകൻ പറയാണ്, അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേഹ പരഃ ഏതാവന്തമഹം കാലം മോഹേനൈവ വിടംബിത. ആ സമാധിപ്രജ്ഞ ഉള്ളിലുണ്ടായിട്ട് ജനകൻ ഉണർന്നിട്ട് പറയാ, അഹോ ഇത്രയും നേരം. അപ്പൊ ആശ്ചര്യം. എന്താ ആശ്ചര്യം എന്ന് വെച്ചാൽ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേഃ പരഃ. ഞാൻ നിരഞ്ജനൻ, ഒരു കളങ്കമില്ലാത്തവനും ശാന്തിയെ സ്വരൂപമായിട്ടുള്ളവനും പ്രകൃതിയുടെ സമ്പർക്കമില്ലാത്തവനുമായ ബോധമാണ് ഞാൻ. ഇത്രയും കാലം, ഏതാവന്തമഹം കാലം, ഇതുവരയ്ക്കും മോഹേനൈവ വിടംബിത, ഒരു അജ്ഞാനം, ഒരു ഡെലൂഷൻ, ഒരു ഇല്ലൂഷനിൽ പെട്ട് കിടന്നു. ഞാൻ എന്തൊക്കെ കാണിച്ചു, എന്തൊക്കെ വേണ്ടാത്തരം കാണിച്ച് സമയം കളഞ്ഞു, എത്ര വേസ്റ്റ് ചെയ്തു സമയം. ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുന്നു. അഹോ നിരഞ്ജന ശാന്ത. വേറൊരു സ്ഥലത്ത് ജനകൻ എഴുന്നേറ്റിട്ട് ഡാൻസ് ചെയ്യാണ്. അതെപ്പോഴാന്ന് വെച്ചാൽ ഈ തത്വമറിഞ്ഞ ആൾക്ക് എല്ലായിടത്തുനിന്നും കിട്ടുമേ. ഇത് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല. തത്വജ്ഞാനം ഒരിക്കൽ സ്ഫുരിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കെങ്കിലും മങ്ങും പിന്നെയും പോകും, മങ്ങും പിന്നെയും പോകും, ദൃഢമാവുന്നവരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പൂന്തോട്ടത്തിൽ എങ്ങനെ ഇരിക്കുക. അപ്പൊ ഉണ്ട് ഇങ്ങനെ ഇത്തിരി ഒരു വിഷമത്തില് എന്തോ ആയിട്ടുണ്ട്. അപ്പൊ ഉണ്ട് മുകളിൽ സിദ്ധന്മാർ ഈ വേദാന്ത ജ്ഞാനം ഇങ്ങനെ പാടിക്കൊണ്ടുപോകുന്നു. അതിങ്ങനെ ചെവിയിൽ വീണതും എഴുന്നേറ്റിട്ട് നർത്തനം ചെയ്തുകൊണ്ട് ജനകൻ പറഞ്ഞു, പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദൃഷ്ടശ്ചോരോയമാത്മനഃ മനോനാമേഹ ഹന്യേഹം മനസാസ്മിചിരം ഹതഃ. പ്രബുദ്ധോഹം പ്രബുദ്ധോഹം, ഞാനിതാ ഉണർന്നിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു.
ഈ കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു എന്നാണ്. എന്നെ എത്ര കാലം ഉപദ്രവിച്ച് ദ്രോഹം ചെയ്ത കള്ളൻ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ മനസ്സ്, ഇവനെ ഞാനിന്ന് തീർക്കുന്നുണ്ടെന്ന്. ദുഷ്ടശോരോയമാത്മനഃ മനോനാമേഹ ഹന്യേഹം. ഈ ഉള്ളിലിരിക്കുന്ന ഇയാളെ ആദ്യം ഞാനിത് അപ്പൊ തീർക്കുന്നുണ്ട്. മനസാസ്മി ചിരം ഹതഃ. ഇത്ര കാലം ഇയാളെ എന്നെ ഇരുന്ന് ഉപദ്രവിക്കായിരുന്നു, ഇനിയിപ്പോ ഞാൻ ഇയാളെ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ പറയണു, നോക്കൂ, ഇത്രയും കാലം ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇത്രയും പൂർണ്ണമായ ഞാൻ ഇരിക്കെ അല്പമായിട്ട് ഇത്രയും കാലം നടന്നു. അഹോ നിരഞ്ജന, ഒരു അഞ്ജനം, ഒരു കളങ്കം പോലുമില്ലാതെ. ശാന്തോഹം ബോധോഹം പ്രകൃതേഹ പരഹ. ഞാൻ ബോധമാണ്, ശാന്തി എന്റെ സ്വരൂപമാണ്, നിരഞ്ജനനാണ്. ഇത്രയും പൂർണ്ണമായ സ്ഥിതിയിലുള്ള എന്റെ ഇത്രയും കാലത്തെ അവസ്ഥ എന്താ? പിച്ചയെടുത്ത് നടന്നു. ഗൃഹസ്ഥം പായസം തെക്വാ ഭിക്ഷാമടതി ദുർമതിഹീതൻ. വീട്ടിൽ പായസത്തോടെ സാപ്പാട് എച്ചിൽ തിന്ന് നടന്നു ഞാൻ. യഥാ പ്രകാശയാമ്യേകോ ദേഹമേനം യഥാ തഥാ തഥാ ജഗത് അഹോ അതോ മമ ജഗത് സർവം അഥവാ നച കിഞ്ചന. ജനകൻ തന്റെ അനുഭവത്തിനെ പറയാണ്, ഈ ശരീരത്തിനെ ഞാൻ പ്രകാശിപ്പിക്കുന്ന പോലെ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിൽ ഈ ജഗത്ത് മുഴുവൻ ഞാനാണ്, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന്. ഈ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. ഈ ബോഡി മാത്രം, ശരീരം മാത്രം ഞാനായിട്ടൊരവസ്ഥയില്ല. ഐദർ ഐ ആം ദ യൂണിവേഴ്സ് ഓർ ഐ ആം നത്തിങ്. നിർവികൽപമായ സ്ഥിതിയിൽ ഞാൻ സന്മാത്രമാണ്, ചിത്ത് മാത്രമാണ്. കണ്ണു തുറന്നു നോക്കിയാൽ ഇതൊക്കെ എന്റെ ശരീരമാണ്, ഇതൊക്കെ എന്റെ ശരീരമാണ്, ഈ സ്പേസ് ഒക്കെ എന്റെ ശരീരമാണ്. ജഗത്ത് മുഴുവൻ എന്റെ ശരീരമാണ്. അപ്പൊ ഇതിൽ നുള്ളിയാൽ മാത്രമല്ലേ എനിക്ക് വേദനിക്കുള്ളൂ എന്ന് ശങ്കരാചാര്യർ ചോദിക്കുന്നുണ്ട് ഭാഷ്യത്തില്. ഇതിൽ നുള്ളിയാൽ മാത്രമല്ലേ ഞാനിക്കും വേദനിക്കുള്ളൂ, ഇവിടെ നുള്ളിയാ വേദനിക്കുമോ? ആ യുക്തി പറയണ്ട, അതിന് കാരണം വേറെ. വേദനിക്കുന്ന കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ കയ്യോ കാലോ മുറിഞ്ഞാൽ വേദനിക്കുന്നതിനേക്കാളും കൂടുതൽ ഭാര്യയ്ക്കോ മക്കൾക്കോ വരുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യയോ മക്കളോ നിങ്ങളുടെ ശരീരമാണെന്നായി തീർന്നു. അപ്പൊ ഈ വേദന ആത്മഭാവത്തിന് തുല്യമല്ല. സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ജഗത്ത് മുഴുവൻ നിങ്ങളുടെ ശരീരമാണ്. സർവാത്മഭാവം വന്നുപോകും. അധേഹ ധന്യാഹ ഭഗവന്ത ഇത്തം യദ്വാസുദേവേ അഖില ലോകനാഥേ കുറുവന്തി സർവാത്മകം ആത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ. സകലതും ഞാനാണ്. ഒന്നിൽ ഞാൻ തന്നെയെല്ലാം, അല്ലെങ്കിൽ ഒന്ന് ഞാനല്ല, ഒന്നുമില്ല. അതോ മമ ജഗത് സർവം അഥവാ നച കിഞ്ചന. എല്ലാം എന്റെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്ന്. ഇതൊക്കെ ഇരുന്നുള്ളിൽ കടഞ്ഞ് കടഞ്ഞ് ധ്യാനം ചെയ്ത് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോമയാ. അല്പം ഉള്ളിൽ പോയാൽ എന്തിന് ഈ സത്സംഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആനന്ദം വന്നാൽ തന്നെ കാര്യമായി. ദുഃഖത്തിനെ നിവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ കാര്യമായി. സശരീരമഹോ വിശ്വം പരിത്യജ്യമയാധുന കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോക്യത്തെ. ഒരു അദ്ഭുതമായ ശ്ലോകം. ജനകൻ പറഞ്ഞു, ഈ ശരീരത്തോടുകൂടി വിശ്വത്തിന് മുഴുവൻ മാറ്റി നിർത്തിയിട്ട് എന്തോ ഒരു മിടുക്കുകൊണ്ട്, അതെന്ത് മിടുക്കെന്ന് ജനകന് തന്നെ പിടികിട്ടില്ല. ആ ഗുരു ചെയ്ത അനുഗ്രഹമാകുന്ന എന്തോ ഒരു മിടുക്കുകൊണ്ട്, എന്തോ ഒരു ചമത്കാരം കൊണ്ട്, അല്ലേ? എല്ലാവരും പാടിയുണ്ട്, ഗുരുകൃപ അഞ്ജന പായോ മേരെ ബായി. കബീർ ഒരു പാട്ടുണ്ട്, അത് ഏകനാഥന്റെ പാട്ടാണ്, അത് കബീർ അല്ല. അത് ഗുരുകൃപയാകുന്ന അഞ്ജനം. കബീറിന്റെ ഇതേപോലെ ഒരു ദോഹമുണ്ട് വേറെ. ആ അഞ്ജനം കണ്ണിലിട്ട് കഴിഞ്ഞാൽ ജാഗ്രതി രാമ സ്വപ്നി രാമ. ജാഗ്രത്തിലും സ്വപ്നത്തിലും എല്ലാം രാമനായിട്ട് തീർന്നു. എന്താന്ന് വെച്ചാൽ ഗുരു കണ്ണിൽ ഒരു കൺമഷി ഇട്ട് കൊടുത്തു അത്രേ. ഇത് ഭാഗവത ശ്ലോകമാണ്. അതാണ് ഏകനാഥ അതെടുത്ത് എഴുതിയത്. അദ്ദേഹം ഭാഗവതനാണല്ലോ. ഭാഗവത ശ്ലോകം. ചക്ഷുര്യത അഞ്ജന സംപ്രയുക്തം തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുര്യത അഞ്ജന സംപ്രയുക്തം. കണ്ണിൽ മഷി എഴുതി കഴിഞ്ഞാൽ മണ്ണിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ട്രഷർ നിധിയൊക്കെ കാണാൻ പറ്റുന്നുള്ള കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഈ ഗുരുകൃപയാകുന്ന അഞ്ജനം കണ്ണിലിട്ടതും ജ്ഞാനമാകുന്ന അഞ്ജനം കണ്ണിൽ എഴുതിയതും എന്നുവെച്ചാൽ ഉള്ളിലിട്ടതും
സൂക്ഷ്മ വസ്തുവിനെ കണ്ടു തുടങ്ങിയെന്നാണ്. അതുവരെ കാണാത്തതൊക്കെ കണ്ടു തുടങ്ങി. അപ്പൊ ജനകൻ പറയാണ്, ശരീരത്തോടുകൂടെ ഈ പ്രപഞ്ചത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ തന്നെ ഇപ്പൊ തന്നെ എന്തോ ഒരു കൗശലം എന്ന് വെച്ചാൽ ഒരു സൂത്രപ്പണി അല്ലേ, നമ്മള് ഒരു മിടുക്ക് കൊണ്ട് പരമാത്മാവിലോക്യത, ഇവിടെ ഇപ്പൊ തന്നെ പരമാത്മാവ് എനിക്ക് അപരോക്ഷമായി പ്രത്യക്ഷമായി കാണപ്പെടുന്നു. എവിടെ ജഗത്ത് കാണപ്പെട്ടുവോ, എവിടെ മനുഷ്യരെ കാണപ്പെട്ടുവോ, എവിടെ സ്ത്രീയും പുരുഷനും ഒക്കെ കാണപ്പെട്ടു, അവിടെ നോക്കുമ്പോണ്ട് ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉധവാ കുമാരി, ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉധവാ കുമാരി, ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ. ഭഗവാനെ അവിടുന്ന് തന്നെ സ്ത്രീ ആയിട്ടിരിക്കുന്നു, അവിടുന്ന് തന്നെ പുരുഷനായിട്ടിരിക്കുന്നു, അവിടുന്ന് തന്നെ കുമാരനായിട്ടിരിക്കുന്നു, അവിടുന്ന് തന്നെ കുമാരിയായിട്ടിരിക്കുന്നു, വൃദ്ധനായിട്ടിരിക്കുന്നു. സകല ചരാചര എല്ലാ നാമരൂപങ്ങളായിട്ടും ഭഗവാനെ അവിടുന്ന് തന്നെ പ്രകാശിക്കുന്നു. എന്തു നോക്കുമ്പോഴും ആ പരമാത്മ ദർശനം അറിവ് കൊണ്ടുള്ളൊരു നിശ്ചയം, അറിവാകുന്ന കണ്ണുകൊണ്ട് കാണും. അതിന് ഒരു വീര്യം സഞ്ജാതമാകുമ്പോ, സമാധി ബലം അതിന് പുറകിൽ വരുമ്പോ ആ ദൃഷ്ടിയുണ്ടല്ലോ കാണുന്ന വസ്തുവിനെ മാറ്റും. അതിനാണ് വീര്യം എന്ന് പേര്. അറിവ് അറിയുന്നു ഇതൊക്കെ പരമാത്മാവാണ്, തത്വനിശ്ചയം ഉണ്ടായി. എല്ലാവരെയും അതാത് ആളുകളായിട്ട് അറിയുമ്പോഴും പ്രപഞ്ചത്തിലെ അറിയുമ്പോഴും ഇത് വാസ്തവമല്ലെന്നും ഇവർ ആത്മാവാണെന്നും ഉള്ള അറിവിന്റെ നിശ്ചയം അതൊരു വശത്ത്. ഈ അറിവ് തന്നെ അനുസന്ധാന ബലം കൊണ്ട്, നിധിധ്യാസന ബലം കൊണ്ട്, ഭക്തി, അത് തന്നെയാണ് ഭക്തി. വീര്യം വന്നു കഴിയുമ്പോ കാണുന്ന വസ്തുവിന് മാറ്റം. കാണുന്ന വസ്തുവിന്റെ സ്വഭാവത്തെ നമ്മൾക്ക് തന്നെ, വികാരത്തിന് തന്നെ ആ ബലമുണ്ട് അല്ലേ. കാമത്തോടെ നോക്കിയാൽ, അസൂയയോടെ നോക്കിയാൽ, ദ്വേഷത്തോടെ നോക്കിയാൽ, ആ നോട്ടം വീഴുന്ന ആളെ അത് ഡിസ്റ്റർബ് ചെയ്യണില്ലേ അല്ലേ. സ്നേഹത്തോടെ നോക്കിയാൽ അപ്പൊ അതിലൊരു സന്തോഷം വരണില്ലേ. ആ ജ്ഞാനത്തോടുകൂടെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജ്ഞാനികൾ നോക്കുമ്പോൾ തന്നെ അറിയണം. ജ്ഞാനത്തോടുകൂടെ നോക്കിയാൽ എങ്ങനെയുണ്ടാവും, അത് എത്ര കണ്ട് ബലം കൂടുന്നു അത്രയും കണ്ട് ബലം ഉണ്ടായാൽ ഒരു നോട്ടം കൊണ്ട് പക്വമായിട്ടുള്ളവർക്ക്, റിസീവിങ് പവർ ഉള്ളവർക്ക് സാക്ഷാത്കാരം ഉണ്ടാവണം. വായു കൊണ്ട് പറയാതെ തന്നെ ഭഗവാന്റെ അടുത്ത് അതാണ് കണ്ടുകൊണ്ടിരുന്നത്. അണ്ണാമലൈ രമണൻ കണ്ണാൽ പെയ്യും കരുണ എന്നാണ്. കരുണയെന്ന് പറയുന്നത് ഇതാണ്. കാണുന്നവരൊക്കെ ആത്മാവായിട്ട് കണ്ടു കഴിയുമ്പോ ഭഗവാന്റെ നോട്ടം അങ്ങനെയാണ്. അല്ലെങ്കിൽ ഭഗവാൻ എവിടെയും ദൃഷ്ടിയേ ഉണ്ടാവില്ല. അത് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പക്വ ജീവൻ വരുമ്പോ ആ ദൃഷ്ടി അവിടെ വീണ് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം നോക്കും ഒരാളെ? കുറച്ചു നേരം അവർ തിരിഞ്ഞു നോക്കിയാൽ നമുക്കൊരു ലജ്ജ വരും അല്ലേ. ഭഗവാൻ നോക്കുകയില്ലേ ആരെയും. പക്ഷെ ഒരു നോട്ടം ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ദൃഷ്ടി അവിടെ നിന്ന് എടുക്കുകയില്ല. നമ്മൾ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോയി സ്വാമിയെ കാണുമ്പോൾ കണ്ട് മതിവരാതെ ഇങ്ങനെ കാണില്ലേ. അതുപോലെയാണ് ജ്ഞാനിയുടെ ദൃഷ്ടി. ആ ദൃഷ്ടി അവിടെ വീണു കഴിഞ്ഞാൽ അവിടുന്ന് ദൃഷ്ടി എടുക്കുകയില്ല. ആ ദർശന ആരുടെ മേലെ വീഴുന്നു അധികമായിട്ടും അവർ സമാധിയിലിരിക്കും. കനകമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഞാൻ പുറകുവശത്ത് പോയിരിക്കും. ഒരു ദിവസം സൂര്യനാഗമ്മ എന്നോട് പറഞ്ഞു മുമ്പിൽ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ മുമ്പിൽ പോയിരുന്നു. ഭഗവാൻ എന്നെ തന്നെ ഇങ്ങോട്ട് നോക്കി ആ നോട്ടം ആദ്യം നോക്കിയതേ എനിക്കറിയുള്ളൂ. ഞാൻ അങ്ങനെ പോയി. പിന്നെ ഭഗവാന്റെ ദൃഷ്ടി എൻ്റെ മേലെ തന്നെ പതിഞ്ഞിരുന്നു എന്ന് പിന്നീട് ആളുകൾ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റേ ഇല്ല. കുറച്ച് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം ഭഗവാൻ എഴുന്നേറ്റ് ബാത്റൂം പോകാനോ പുറത്തു പോകാൻ പോകുമ്പോൾ വഴിയിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവരെങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വശത്ത് കൂടെ എങ്ങനെ ഉള്ളിൽ പുറത്തേക്ക് പോയത്. ആ ദർശനത്തിനുള്ള ശക്തി, ആ ദർശനം മഹാവാക്യ ഉപദേശമാണ്. ജ്ഞാനിയുടെ ദർശനം ആ വീക്ഷണത്തില് ഇറ്റ് ഈസ് കൺവേഡ്, ട്രാൻസ്മിറ്റഡ്. അത് പക്ഷെ നമ്മൾ വെറുതെ ഭാവന ചെയ്തിട്ടൊന്നും കാര്യമില്ല. ദ തിങ് ഹാസ് ടു ഹാപ്പൻ. നമുക്ക് ഉള്ളില് ഞാനതാണ് എന്നുള്ള അനുഭവം വരണം അല്ലേ. ഇപ്പൊ ജനകൻ പറയണു ശരീരത്തോടുകൂടെ പ്രപഞ്ചത്തിനെ മാറ്റിവെച്ചിട്ട്, ശരീരം വെച്ചുകൊണ്ട് പ്രപഞ്ചമല്ല, സശരീരമഹോ വിശ്വം പരിത്യജ്യമയാതുന കുതശ്ചിത് കൗശലാദേവ. എന്തോ ഒരു കൗശലത്തില് പരമാത്മാവിലോക്യത. ഇവിടെ ഇപ്പൊ തന്നെ ഞാൻ പരമാത്മാവിനെ കാണുന്നു.
പരമാത്മാവ് കാണപ്പെടുന്നു. ജഗത്ത് കാണാനില്ല. യഥാന തോയതോ ഭിന്നാഹ തരംഗാഹ പേന ബുദ്ബുദാഹ ആത്മനോന തഥാ ഭിന്നം വിശ്വം ആത്മവിനിർഗതം. സമുദ്രത്തില് അലയും കുമിളയും നൊരയും പതയും ഒക്കെ ജലം തന്നെ. അതുപോലെ ബോധത്തിൽ ഉദിച്ചു നിന്ന് അസ്തമിക്കുന്ന വിശ്വം മുഴുവനും ബോധം തന്നെ, ചൈതന്യം തന്നെ. അതിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. യഥാന തോയതോ ഭിന്ന തരംഗാഹ ഫേന ബുദ്ബുദാഹ ആത്മനഃ ന തഥാ ഭിന്നം വിശ്വം ആത്മവിനിർഗതം. ആത്മാവിൽ ഉദിച്ചു മറയുന്ന വിശ്വം ആത്മാവ് തന്നെ. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ജഗത്തോ ആണോ പെണ്ണോ മരമോ വസ്തുക്കളോ അറിവോ ബുദ്ധിയോ മനസ്സോ ഒന്നുമില്ല. ഒക്കെ ആത്മാ തന്നെ. മനസ്സെന്ന് ഉള്ളിൽ തോന്നുന്നതും ആത്മാ തന്നെ, അഹങ്കാരം എന്ന് തോന്നുന്നതും ആത്മാ തന്നെ, ബുദ്ധിയും തോന്നുന്നതും ആത്മാ തന്നെ, ജഗത്തും തോന്നുന്നതും ആത്മാ തന്നെ, സ്ത്രീയും പുരുഷനും ഒക്കെ ആത്മസ്വരൂപം തന്നെ. മരവും ചെടിയും ആകാശവും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദി ഗോളങ്ങളും സൗരയൂഥം ഒക്കെ തന്നെ ആത്മാ തന്നെ. മുമ്പിലും പിൻപിലും വശത്തിലും ഒക്കെ ആത്മാ. ഉപനിഷത്ത് പറയുന്നു, പശ്ചാദാത്മാ പുരസ്താദാത്മാ ദക്ഷിണതഃ ആത്മാ ഉത്തരതഃ ആത്മാ ആത്മൈവേദം സർവം സ ഏവം പശ്യൻ ഏവം മന്വാനഃ ഏവം വിജാനൻ ആത്മരതിഃ ആത്മക്രീഡഃ ആത്മമിഥുനഃ ആത്മാനന്ദഃ സസ്വരാട് ഭവതി. ഇങ്ങനെ അറിഞ്ഞ്, ഇങ്ങനെ ചിന്തിച്ച്, ഇങ്ങനെ മനനം ചെയ്ത്, ഇങ്ങനെ അനുഭവിച്ച്, ഇങ്ങനെ ആനന്ദിച്ചിരിക്കുന്നവൻ അവൻ സ്വരാജ്യ സിംഹാസനത്തിൽ കയറുന്നു. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ആത്മൈവ ഇതം സർവം. ഇതൊരു മഹാവാക്യം എന്ന് പറഞ്ഞു അല്ലേ? ഇതൊക്കെ ആത്മാവ് തന്നെ. ആത്മൈവ ഇതം സർവം. ഇതിപ്പോ നമുക്ക് അനുഭവം വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിനെ ബലമായിട്ട് ധ്യാനം ചെയ്താൽ സുഖമുണ്ടാവും, ആനന്ദമുണ്ട്, ശാന്തിയുണ്ട്. നമുക്ക് ആരോടും വിരോധമോ വെറുപ്പോ ഒന്നും തോന്നില്ല. ഒരു വ്യക്തിയും ഉള്ളിൽ ഉദിക്കരുത്. ഉദിക്കുന്ന അനുഭവം വ്യക്തികളൊക്കെ ആത്മാ തന്നെ. സ്വർണം കൊണ്ട് വളയും മാലയും മോതിരവും ഉണ്ടാക്കാം. സ്വർണം കൊണ്ട് കൃഷ്ണനും രാമനും ഒക്കെ ഉണ്ടാക്കാം. സ്വർണം കൊണ്ട് രാവണൻ, ഹിരണ്യകശിപു, ശൂർപ്പണഖ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഒക്കെ സ്വർണം തന്നെ. മോഷ്ടിക്കാൻ വരുന്ന ആള് ഇത് ശൂർപ്പണഖയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയില്ലല്ലോ അല്ലേ? അയാൾ സ്വർണം മാത്രമേ നോക്കുള്ളൂ. എനിക്ക് വിഷ്ണു മാത്രം മതി എന്നൊന്നും പറയില്ല. ഞാൻ വൈഷ്ണവനാണ്, ശിവനെ എടുക്കില്ല എന്ന് പറയുമോ? മോഷ്ടിക്കാൻ വന്ന ആള് സ്വർണം മാത്രമേ നോക്കുള്ളൂ. കനകൈക മഹാബുദ്ധി. അതുപോലെ വസ്തുവിനെ കണ്ടു കഴിയുമ്പോ അതിന്റെ രൂപം, നാമം, അതിന്റെ സ്വഭാവം, പ്രകൃതി ഒന്നും പ്രശ്നമല്ല. എല്ലാം അഖണ്ഡം തന്നെയാ. അതിൽ ഒന്നും നല്ലത് ചീത്ത എവിടെ? ആത്മാവേ ഉള്ളൂ. ഇത് ഈ നിശ്ചയരൂപമായ അറിവുണ്ടല്ലോ, ഈ നിശ്ചയരൂപമായ അറിവാകുന്ന അഗ്നി കൊണ്ട് അജ്ഞാനമാകുന്ന കാട് കത്തിക്കുക എന്നാണ് ആദ്യം പറഞ്ഞത്. നിശ്ചയ വന്യന പ്രജ്വാല്യ അജ്ഞാന ഗഹനം വീതശോക സുഖീഭവ. ശോകമൊക്കെ കളഞ്ഞിട്ട് സുഖീഭവ, സുഖമായിട്ടിരിക്കും. എങ്ങനെ? പ്രജ്വാല്യ അജ്ഞാനഗഹനം. അജ്ഞാനമാവുന്ന കാട് കത്തിച്ചു കളയുന്നു. എന്തുകൊണ്ട് കത്തിക്കണം? ഇത് മുഴുവൻ, വിശ്വം മുഴുവൻ ആത്മാവാണ്. ഏകോ വിശുദ്ധ ബോധോഹം ഇതി നിശ്ചയബന്ധിന. വിശുദ്ധമായ ബോധമാണ് ഞാൻ എന്നുള്ള നിശ്ചയരൂപത്തിലുള്ള അഗ്നി കൊണ്ട് പ്രജ്വാല്യ അജ്ഞാനഗഹനം, അജ്ഞാനമാവുന്ന കാട് കത്തിച്ചിട്ട് വീതശോക സുഖീഭവ, സുഖമായിട്ടിരിക്കുന്നു. അലയും കുമിളയും ഒക്കെ ജലം തന്നെ. അതുപോലെ വിശ്വം മുഴുവൻ ആത്മാവ് തന്നെ. നൂലും മറ്റുമൊക്കെ മുണ്ടിൽ തോന്നുന്നതൊക്കെ തന്നെ വാസ്തവത്തിൽ മുണ്ടിൽ കാണുന്നതൊക്കെ നൂല് തന്നെ. അതുപോലെ ജഗത്ത് മുഴുവൻ ആത്മാ തന്നെ. ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് പറയുന്നു. തന്തുമാത്രോ ഭവേദേവ പട്ടോ യദ്വദ് വിചാരിതഃ ആത്മതന്മാത്രമേവേദം തദ്വദ് വിശ്വം വിചാരിതം. വിശ്വം മുഴുവൻ ആത്മാവാകുന്ന തന്തുകൊണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അന്വേഷിക്കുമ്പോൾ ജഡം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. വെറുതെ നമ്മളെ ഒരു ചിന്തയ്ക്കായിട്ട് ജഡം എന്ന് പറയാണ്. ഈ ശരീരം ജഡമാണ്, ഞാൻ ആത്മാവാണെന്ന് ഇപ്പൊ പറയണു. ഞാൻ എന്ന് പറയുന്ന അനുഭവം അത് മാത്രമാണ് നമ്മളുടെ സ്വരൂപം. ഇത് വേറെ എന്തോ സാധനം.
ഇതെന്താന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചത്തുപോയിട്ട് ഒരു സ്ഥലത്തിട്ട് ഒരു പവർഫുൾ മൈക്രോസ്കോപ്പ് കൊണ്ടുവന്ന് നോക്കിയാൽ കാണാം കോടിക്കണക്കിന് ജീവരാശികള് ഈ ശരീരത്തില് അങ്ങനെ പോണത് കാണാം. അവരെയൊക്കെ കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ കയ്യ്, കാല്, തല എന്നൊക്കെ പറയണത്. അവരോരോരുത്തരും ഓരോ ആളുകളാണ്, ഓരോ ചൈതന്യ കണങ്ങളാണ്. ഓരോന്നും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവ രൂപത്തിൽ നടക്കണവരാ. ഇനി അവരുടെ ഉള്ളിൽ പോയി നോക്കൂ, അവിടെ ഒരു ലിവർ ഉണ്ടാവും, അവിടെ ഒരു ഹാർട്ട് ഉണ്ടാവും, കിഡ്നി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിന് ഓരോന്നിനെ ആരാഞ്ഞു നോക്കൂ. അണോഹോ അണിയാൻ പോയിക്കൊണ്ടേയിരിക്കാം. മഹതോ മഹീയാൻ, മഹത്തിലേക്ക് അന്വേഷിച്ചു പോവാം. അന്വേഷിച്ച് നോക്കുമ്പോൾ കാണാം എല്ലാ അവസാനം ചൈതന്യം മാത്രമായിട്ട് അവസാനം. ജഡം എന്ന് പറയുന്ന സാധനമേ ഇല്ല. സത്താചിത് സുഖരൂപമസ്തി സതതം. സത്താചിത് സുഖരൂപമായ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. നാഹം നചത്വം മൃഷ, ഞാനോ നീയോ ഇല്ല. നേദം വാപി ജഗത് പ്രതിഷ്ഠമഖിലം നാസ്തീതി ജാനീഹി ഭോഹോ. ഈ ജഗത്ത് എന്ന് പറഞ്ഞ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്ന് തോന്നുന്നുണ്ടോ ലോ കുട്ടി? അതില്ലപ്പാ. എന്തിനാ ഇത് പറയണത് എന്ന് വെച്ചാൽ യത് പ്രോക്തം കരുണാവശാത്വമയ, ഒരു കാരുണ്യം കൊണ്ട് വിളിച്ചു പറയാണെന്ന്. തത് സത്യമേ തത് സ്ഫുടം, ഇത് സത്യമാണ്. തത് സ്ഫുടം ശ്രദ്ധത്വാനഘ, പാപമില്ലാത്ത കുട്ടി താൻ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളാം. ശുദ്ധബുദ്ധി രസിച്ചേത്, നിനക്ക് ശുദ്ധബുദ്ധി ഉണ്ടെങ്കിൽ ഇത് വിശ്വസിക്കൂ. മാത്രാസ്തുതേ സംശയ, ഇതിൽ അല്പം പോലും തനിക്ക് സംശയം വരാതിരുന്നാൽ നീ രക്ഷപ്പെട്ടു പോകും, നീ സ്വതന്ത്രമാണിപ്പോ. ആത്മൈവൈതം സർവം, ഇത് പറയാനാണ് അഷ്ടാവക്രൻ ജനകനെ വീണ്ടും 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 ബോധിപ്പിക്കുന്നത്. ജഗത്തായിട്ട് തോന്നുന്നതും ഞാനായിട്ടും നീയായിട്ടും അവനായിട്ടും ഒക്കെ തോന്നുന്നതും ഒക്കെ ആത്മാ തന്നെയാണ്. നമുക്കിതൊക്കെ നമുക്ക് ഒരുപാട് ഒന്നിൽ വിചാരം ചെയ്ത് നിശ്ചയിക്കാം, അല്ലെങ്കിൽ ധ്യാനം ചെയ്ത് നിശ്ചയിക്കാം. ധ്യാനം ചെയ്ത് നിശ്ചയിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഗുരുവാക്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തോടുകൂടെ തന്നെ ഇത് ഞാൻ ആത്മാവാണ്, ജഗത്ത് ആത്മാവാണ്, ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പലരും ഭക്തിമാർഗത്തില് യോഗം, ജപം, ധ്യാനം ഒക്കെ ചെയ്ത് വന്നിട്ട് ഒരു സ്റ്റേജില് അവസാനം ഇത് ചെയ്യും. സകലതും ആത്മസ്വരൂപമാണ്, എല്ലാം ഭഗവത് സ്വരൂപമാണ്. ഇപ്പൊ ഭാഗവതത്തിലൊക്കെ വന്നാൽ സകലതും ഭഗവാനാണ്. ഉപദ്രവം നീക്കാനുള്ള മന്ത്രമായിട്ടാണ് ഭാഗവതത്തിൽ പറയണത്. നാരായണ കവചം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതില് ഒരു ശ്ലോകം തന്നെ ഇതാണ്: യഥാഹി ഭഗവാനേവ വസ്തുതഃ സദ് അസച്ഛയത് സത്യേന അനേന നഹ സർവേ യാന്തി നാശം ഉപദ്രവാഹ. ഇത് മുഴുവൻ ഭഗവാനാണെന്നുള്ള ഈ സത്യത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നല്ലതും ചീത്തയും, സത്ത് അസത്ത്, സത്ത് അസത്ത് എന്നുള്ളത് ഉള്ളത് ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ വൃത്തികാരന്മാരൊക്കെ പറയണത് നല്ലത് ചീത്ത എന്നുവെച്ചാൽ ഹിരണ്യകശിപുവായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെ, നരസിംഹമൂർത്തിയും ഭഗവാൻ തന്നെ. ഈ സത്യം അറിയുന്ന ആൾക്ക് ഭേദമേ ഇല്ല എന്നാണ്. സത്ത് അസത്ത് ചയത്, ഇത് സ്വീകരിക്കുമ്പോൾ എന്താ, എന്റെ ഉള്ളിൽ വികല്പം പോയി, ഒന്നിനോട് അറ്റാച്ച്മെന്റ്, ഒന്നിനോട് വെറുപ്പും ഒക്കെ പോയി. യാന്തിനാശം, ഒരു ഉപദ്രവം, പിന്നെ ആ വസ്തുവിനെ എന്നെ പിടികിട്ടില്ല, കാരണം ഞാൻ അതായിട്ട് മാറി. ദേവന്മാരൊന്നും പ്രതിബന്ധം ചെയ്യില്ല. എന്താന്ന് വെച്ചാൽ ദേവാനാമപി ആത്മായേവ സഹ എന്നാണ്. ദേവന്മാർക്കും ആത്മാവായിട്ട് തീർന്നു അവനാണ്. എങ്ങനെ പ്രതിബന്ധം ചെയ്യും? അങ്ങനെ ആ സർവാത്മഭാവത്തിനെ പറയാനാണ് ഭാഗവതം. ഭാഗവതം മുഴുവൻ സർവാത്മഭാവം പറയാണ്, ഗീത മുഴുവൻ സർവാത്മഭാവം പറയാണ്. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വസ്ഥിത. അപ്പോ ഈ നിശ്ചയം അഷ്ടാവക്രൻ ഉപദേശിക്കുന്നു, ജനകൻ കേൾക്കുന്നു. ജനകൻ ഇപ്പൊ തന്റെ അനുഭവത്തിനെ പാടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മളിത് നാളെ തുടർന്ന് കാണാം. നാളെ വൈകിട്ട്, നാളെ ഇവിടെ നമ്മൾ പൂർത്തിയാക്കുക. നാളെ ഇവിടെ തത്കാലത്തേക്ക് നമ്മളിവിടെ നിർത്തണം. പിന്നെ എവിടെ നിർത്തിയെന്ന് ഓർമ്മ വെച്ചാൽ അടുത്തത് അവിടെ തുടങ്ങും. അത്ര തന്നെ. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ